ഇന്ന് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ലൊരു ക്രീമി പരുവത്തിലുള്ള ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം, ഫ്രഷ് ക്രീം, മിൽക്ക് മെയ്ഡ് അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ള നല്ല ക്രീമി പരുവത്തിലുള്ളൊരു ഐസ്ക്രീമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ചെറിയൊരു ജാർ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം 1/2 കപ്പ് വറുത്ത നിലക്കടല കൂടെ ചേർക്കുക. നിലക്കടലയ്ക്ക് പകരമായിട്ട് അണ്ടിപ്പരിപ്പോ ബാദാം പരിപ്പോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നിലക്കടല എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാൽപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 10 രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു പാൽപ്പൊടി മൊത്തത്തിൽ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. വെള്ളമോ പാലോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഇത് മാത്രം ഒന്ന് പൊടിച്ചെടുത്താലും മതി. ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കടല ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് കുറച്ചിങ്ങനെ ഈർപ്പം പോലെ ഇരിക്കണത്. അപ്പോൾ ഇത്ര മതി. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടി കട്ടിയായിട്ടുള്ളൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാലെടുക്കുമ്പോൾ ഇതുപോലെ ഫുൾ ക്രീം മിൽക്ക് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അധികം വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ടുള്ള നല്ല കട്ടിയായിട്ടുള്ള പാൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ച് കൊടുക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നല്ലോണം തന്നെ തിളച്ച് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കട്ടയായിട്ടൊക്കെ കിടക്കണൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഈ ഒരു പാലിലേക്ക് തന്നെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലൊക്കെ ഒന്ന് ആക്കിയിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട്. പാല് നല്ലോണം തിളച്ചിട്ട് ഇങ്ങനെ വെന്ത് വരണം. എന്നിട്ട് വേണം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പാല് നല്ലോണം തന്നെ തിളച്ചിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അതിന് പകരമായിട്ട് 2-3 ഏലക്കൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കടലയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബണ്ണാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ 2 ബണ്ണ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബണ്ണിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് എടുക്കാം കേട്ടോ. ബ്രെഡ് ആകുമ്പോൾ ഒരു 3-4 സ്ലൈസ് ബ്രെഡൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ ഒരു ബണ്ണൊക്കെ സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും. ഈ ഒരു പാല് നല്ലോണമൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബണ്ണൊക്കെ വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ട് ഇങ്ങനെ തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലോണം തന്നെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മിക്സിയുടെ വലിയൊരു ജാർ എടുക്കാം. അതിന് ശേഷം ഈ ഒരു മിക്സ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് പാലൊഴിച്ചിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ഇത് പാകം കട്ട പിടിച്ച പോലല്ല. അപ്പോൾ പാലൊഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു 1/4 കപ്പോളം പാലാണ് ചേർക്കുന്നത്. അതിന് ശേഷം വീണ്ടും ഒരു 1/4 കപ്പോളം പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇവിടെ തിളപ്പിച്ചിട്ട് ആറിയിട്ടുള്ള പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പച്ചപ്പാലൊന്നും ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു ക്രീമി പരുവത്തിലാണ് കേട്ടോ നമുക്കിത് കിട്ടുക. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഐസ്ക്രീം സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു ടിഫിൻ ബോക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഈ ഒരു മിക്സ് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കാം. ഇത് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൂടെ എടുക്കണുണ്ട്. അങ്ങനെ ആകുമ്പോൾ വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടുമല്ലോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഒന്ന് വിതറി കൊടുക്കാം. ഇവിടെ ബദാം പരിപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കണത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ വെള്ളമൊന്നും ആവില്ല. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചിട്ട് നമുക്കിതൊരു 8 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഞാനിത് ഓവർനൈറ്റാണ് വെക്കേണ്ടത്. അപ്പോൾ തലേദിവസം രാത്രിയിലാണ് കേട്ടോ ഇത് ചെയ്യണത്. പിറ്റേ ദിവസം രാവിലെയാണ് ഇത് എടുക്കുന്നത്. 8 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഞാനിതൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നല്ലോണം തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം കേട്ടോ. അതിപ്പോൾ നല്ല തണുപ്പല്ലേ. അപ്പോൾ ഇതിൻ്റെ സൈഡൊന്ന് വിടിയിച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഒന്ന് മെൽറ്റായിട്ട് വന്നതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് ഈ ഒരു പാത്രം ഒന്ന് ഇറക്കി വെക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റൊക്കെ വെക്കുമ്പോഴേക്കും ഇത് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടൊക്കെ കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് കുറച്ച് ഇതിൻ്റെ അടിഭാഗം ഒന്ന് മെൽറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്രീമി പരുവത്തിലുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഐസ്ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തന്നെ ബെൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഹൈപ്പ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.